ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ തരമംഗലത്തേവരേ ശരണം ദക്ഷിണാമൂർത്തി ശരണം സദ്ഗുരുഭ്യോ നമ ഭക്തേഭ്യോ നമ. ഓം ശ്രീ ശിവപുരാണം അതിൽ വായവീയ സംഹിത രണ്ടാമത്തെ ഭാഗം, അതിൽ 23ാമത്തെ ഭാഗമായിട്ട് എഴുതിയ ഒരു ഭാഗം ഭക്തി, അതേപോലെ ധനവിനിയോഗം, മുക്തിക്കുള്ള മാർഗമായിട്ട് സത്സംഗം, ക്ഷേത്രനിർമ്മാണം തൊട്ടുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെ ഉപമന്യു ശ്രീകൃഷ്ണന് ഉപദേശിച്ച് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഭാഗം. അത് എഴുതി കഴിഞ്ഞപ്പോൾ ഒന്ന് വായിക്കണമെന്ന് തോന്നി, അത് വായിക്കണം. എല്ലാ ഭക്തന്മാരും അത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നും വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. ഹരേ ഗുരുവായൂരപ്പ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് അങ്ങനത്തെ ഒരു ഭാഗമാണ്. ഇതിൽ കാര്യത്തെ മനസ്സിലാക്കുക, അല്ലാണ്ട് അതിൽ എൻ്റെ പാണ്ഡിത്യം അതിൽ വിഷയമല്ല. കാരണം ഞാൻ പണ്ഡിതനല്ല, എങ്കിലും ഇതിൽ കാര്യങ്ങളുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ശ്രീ ഗുരുവായൂരപ്പ, ശ്രീ ശിവപാർവതിമാരേ ശരണം നാരായണ. ഓം ശിവഭക്തി വിശേഷ പൂജ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഓം ഓം നമ ശിവായ, ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം ഹൗം നമ ശിവായ, ഓം ഭക്തേഭ്യോ നമ. ഓം ദുഃഖങ്ങൾ കൂടുതലാണെങ്കിൽ അർച്ചന മാത്രം മതി, മനം സ്വസ്ഥമാകും വരെ പ്രാണനുള്ള അത്രയും പൂജയ്ക്കു ശേഷമേ ആഹാരം ലേശം കഴിക്കാവൂ സാധകൻ. ഉപമന്യു ഉപദേശിക്കുകയാണ്, നമുക്ക് നമ്മുടെ മനസ്സ് സ്വസ്ഥമല്ല, ശരീരം സ്വസ്ഥമല്ല എങ്കിൽ നാമം ജപിച്ചാൽ മതി, അർച്ചന ചെയ്താൽ മതി, ദാനങ്ങൾ ചെയ്താൽ മതി. ഏറ്റവും ചുരുങ്ങിയതാണ്. നാമം ജപിക്കാൻ വളരെ എളുപ്പമാണ്. അതേപോലെ അർച്ചനകൾക്ക് സൗകര്യം കിട്ടുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭാഗവതം അല്ലെങ്കിൽ യജ്ഞമായിട്ട് നടത്തുമ്പോൾ ദേവി ഭാഗവതമായാലും ശിവപുരാണമായാലും ഒക്കെ ഈ അർച്ചനയ്ക്കുള്ളൊരു സൗകര്യം രാവിലെ കിട്ടും. അപ്പോൾ അത് ചെയ്യുക. അതേപോലെ നമ്മൾ ദിവസേന വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ, അതല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൻ്റെ ഈശ്വര സങ്കല്പത്തിൽ കുറച്ച് പൂക്കൾ അർപ്പിക്കുക. ഒന്നും വേണ്ട, നമഃശിവായ എന്ന് ജപിച്ച് അർച്ചിച്ചാൽ മതി. ഒരു പാത്രം വെള്ളവും വെച്ച് കൊടുക്കുക. വലിയ ഫലമാണ്. കുറച്ച് നാമം ജപിക്കുക, ഒന്ന് നമസ്കരിക്കുക. ഇത്രേ വേണ്ടൂ. ഈ ചെയ്യുന്നതിൻ്റെ ഫലം വളരെ കൂടുതലാണ്. നമ്മളത് സംഗതി നിസ്സാര, പക്ഷേ അത് എങ്ങനെ വേണം? ആഹാരം കഴിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ചെയ്യണം. എത്ര ഭംഗിയിലാണ് ശിവപുരാണം നമുക്കിങ്ങനെ ഓരോ ഇത് പുരാണം വായിക്കുമ്പോൾ അത്ര എളുപ്പമായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല കേട്ടോ. അതങ്ങനെയാണ്, അതിൻ്റെ ഒരു വിശദീകരണം അങ്ങനെയാണ്. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊക്കെ സ്വതവേ ദുഃഖിതരാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടാണെങ്കിലും, ചിലത് വലിയ കാര്യങ്ങളെ കൊണ്ടാണെങ്കിലും ദുഃഖിതരാണ്. അപ്പോൾ ആ ദുഃഖം ചിലപ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടുത്തും. ദുഃഖം സ്വസ്ഥത നഷ്ടപ്പെടുത്തുമ്പോൾ തേവാരങ്ങൾക്കൊക്കെ അതിൻ്റേതായ ലോപങ്ങൾ വരും. അപ്പോൾ ആ ന്യൂനം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ സ്വസ്ഥമാക്കുകയാണ് ആദ്യം വേണ്ടത്. ശരീരം സ്വസ്ഥമാവണം, അതിന് ആഹാര നിയന്ത്രണം വേണം. സംഘദോഷം വരാതെ കണ്ട്, സംഘദോഷം സമ്പർക്കദോഷം വലിയ ദോഷമാകും. അത് സത്സംഗമല്ലെങ്കിൽ പ്രശ്നമാണ്. ആഹാരം ശുദ്ധമല്ലെങ്കിൽ, സാത്വികമല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ആഹാരം, നീഹാരം, നിദ്ര, വിഹാരങ്ങൾ സുഖമായിട്ട് തന്നെ വരണം. അതല്ലെങ്കിൽ ഈ തേവാരവും പ്രശ്നമാണെന്നർത്ഥം. ഭഗവത് ഭജനം അത് നടക്കണമെങ്കിൽ ഇത് വേണം, എന്നാലേ നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ പറയണത് ദുഃഖം, നമ്മളൊക്കെ ദുഃഖിതരാണ്. അപ്പോൾ അവർക്ക് ഈ അർച്ചന വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ്. നമുക്കറിയാം, ഈ കൂവളത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന ഒരു കാട്ടാളൻ ഏകാദശി ദിവസം ഒരു ആഹാരവും കിട്ടാതെ കണ്ട് ഈ ദശമിയുടെ അന്ന് അങ്ങോട്ട് കയറി ഇരുന്നിട്ട്
ഇപ്പോൾ വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നു. പക്ഷേ വെള്ളമില്ല, ആഹാരമില്ല. അവിടെ ഇങ്ങനെ തപസ്സിരിക്കുന്ന പോലെയാണ്. വീട്ടിലേക്ക് ചെല്ലാനും നിവർത്തിയില്ല. കാരണം അവിടെ ഒന്നുമില്ല കഴിക്കാൻ. എന്തെങ്കിലും ഒരു മൃഗത്തിനെ കിട്ടിയാലാണ് ആഹാരം കഴിക്കാൻ നിവർത്തിയുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിവർത്തിയില്ല. അവിടെ ഇരുന്നു. ഏകാദശിയാണ്. അന്നൊരു ശിവരാത്രിയും കൂടിയാണ്. കുറേ പ്രത്യേകതകളുണ്ട് ആ ദിവസത്തിന്. ശിവരാത്രിയാണ് എന്തായാലും. അപ്പോൾ ഈ ഏകാദശി നോറ്റ ഫലവും കിട്ടി, ശിവരാത്രിയുടെ ഫലവും കിട്ടി. ഗോളത്തിൻ്റെ മുകളിലായതുകൊണ്ട് ഇയാൾക്ക് ഈ ശുണ്ഠി വന്നപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് വിശപ്പോ ശുണ്ഠി എന്തൊക്കെയോ വരും. അപ്പോൾ ഈ ഗോളത്തിൻ്റെ ഇല ഒന്ന് പൊട്ടിക്കും, എന്നിട്ട് അത് താഴത്തേക്കിടും. ആ ഗോളത്തിൻ്റെ താഴെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. ആ ശിവലിംഗത്തിൻ്റെ മുകളിലാണ് ഈ ഇല വന്ന് വീണായിരുന്നത്. അതേപോലെ കുടിക്കാനുള്ള വെള്ളം ഒരു തുകൽ പാത്രത്തിലായിട്ടാണ് ഇവർ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഈ ഇല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് ഇല പൊട്ടിക്കുമ്പോൾ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഇളകിയിട്ടേ ഈ തുകൽ പാത്രത്തിൽ നിന്ന് വെള്ളം കുറച്ച് പുറത്തേക്ക് പോയായിരുന്നു. അത് ശിവൻ്റെ തലയിലെ മീതാ വീണേറുന്നത്. അപ്പോൾ അത് അഭിഷേകമായിട്ട് മഹാദേവൻ കണക്കാക്കി. ഇത് കൂവളത്തിൻ്റെ ഇല അർച്ചിക്കുന്നത് ശിവരാത്രി ദിവസമാണ്. രണ്ടും മഹാദേവൻ നല്ലോണം സ്വീകരിച്ചു. ഇയാളൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ മൃഗങ്ങളെ കാത്തിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. ചീത്ത ബുദ്ധിയോട് കൂടിയിട്ടായിരിക്കണത്. പക്ഷേ അദ്ദേഹം പരമഭക്തനായിട്ട് മാറി. രാവിലെ ആവുമ്പോഴേക്കും ശിവരാത്രിയുടെ പിറ്റേ ദിവസം രാവിലെ ഒന്നും കിട്ടാതെ കണ്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ മനസ്സ് മാറി. കൂളത്തിൻ്റെ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട്. ഇതെന്താ അത് ഇങ്ങനെ കൂടി കിടക്കാൻ എന്ന് വിചാരിച്ചൊന്ന് മാറ്റി നോക്കിയപ്പോഴാണ് അവിടെ ശിവലിംഗമുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ഭക്തി ഉണർന്നു. അത് ഒരു പണ്ഡിതനായിട്ട് മാറുകയും ചെയ്തു. നമസ്കരിക്കാൻ സാധിച്ചു. ജ്ഞാനം കിട്ടിയെന്നർത്ഥം. അപ്പം എന്തൊരു ഭാഗ്യം അത്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ട്വിസ്റ്റ് വരിക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണനോട് ഉപമന്യുവാണ് പറയണത്, ഈ അർച്ചനയുടെ അത്രയും പ്രാധാന്യമുണ്ട്. കൂട്ടപ്രാർത്ഥനയ്ക്ക് എത്രയാണ് അതിൻ്റെ പ്രാധാന്യം നിശ്ചയില്ല. അതാണ് ദുഃഖങ്ങൾ കൂടുതലാണെങ്കിൽ അർച്ചന മാത്രം മതി, മനം സ്വസ്ഥമാകും വരെ. പ്രാണനുള്ള അത്രയും പൂജയ്ക്കു ശേഷമേ ആഹാരം ലേശം കഴിക്കാവൂ സാധകൻ. കൃഷ്ണ നിവേദ്യം സമർപ്പിക്കും മുന്നെയും ദീപദാനത്തിനു ശേഷവും ഭൂസുരൻ ആവരണ പൂജ ചെയ്യണം സാധകൻ. പഞ്ചബ്രഹ്മം ചൊല്ലി ആരതിക്കാദ്യമായി പൂജയുടെ ചില നിയമങ്ങളെ പറയാം. ആഹാരം കഴിക്കുന്നതിന് മുന്നേ വേണം എല്ലാ പൂജ തൊട്ടുള്ള സകല കാര്യങ്ങളും. അതേപോലെ ചില ദാനവിധികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ദീപം, വിളക്ക് ദാനം ചെയ്യുക, ശിവലിംഗം ദാനം ചെയ്യുക, സാളഗ്രാമം ദാനം ചെയ്യുക, ഗ്രന്ഥം ദാനം ചെയ്യുക, തുളസിപ്പൂ ദാനം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചില ദാനങ്ങളൊക്കെ സ്വർണം, രത്നം ഇതൊക്കെ ദാനം ചെയ്യുമ്പോൾ കുറച്ചധികം മനസ്സിരുത്തണം. വാങ്ങണ ആളും വേണം, കൊടുക്കണ ആളും വേണം, അല്ലെങ്കിൽ പ്രശ്നം. അപ്പോൾ അവിടെയൊക്കെ ലേശം ഈ ഭക്തിഭാവത്തോട് കൂടിയിട്ട് ഈ സർവ്വസമർപ്പണം, ഉപരിദക്ഷിണ പലതുമുണ്ട്. അതെല്ലാം വേണ്ട രീതിയിൽ ചെയ്യണം. എന്നിട്ട് വേണം പൂജ സമാപിക്കാനായിട്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. 5 മൂർത്തി ഹൃദി ഈശാനൻ ആദ്യമായി, തത്പുരുഷൻ ശിരസ് അഘോരൻ ശിവൻ, തത്പുരുഷൻ ശിരസ് അഘോരൻ ശിഖ. സദ്യോജാതം കണ്ണ് പൂജിതമാവണം ഈശാനൻ തൊട്ട് വടക്കെട്ടുദിക്കിലും. ഇപ്പോൾ അവിടെ ഈ പൂജാവിധിയിൽ പഞ്ചബ്രഹ്മൻ അങ്ങനെ മന്ത്രമുണ്ട്. അത് ഈശാനൻ, തത്പുരുഷൻ, അഘോരൻ, സദ്യോജാതം ഇങ്ങനെയുള്ള മന്ത്രങ്ങളാണ്. അത് ചൊല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഭാവത്തോട് കൂടിയിട്ട് ഹൃദയത്തിൽ ഈശാനനെ കണ്ടുകൊണ്ട്, ശിരസിൽ തത്പുരുഷനെ കണ്ടുകൊണ്ട്, അഘോരനെ ശിഖയിൽ കണ്ടുകൊണ്ട്, സദ്യോജാതം നേത്രത്തിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയാണ് പൂജിക്കേണ്ടത് എന്ന് പറയാം. അതുപോലെ അഷ്ടദിക്പാലകന്മാരെയൊക്കെ കാണണം. ബ്രഹ്മാവിഷ്ണു ശിവന്മാരെയൊക്കെ കാണണം. അതാണ് പൂർവമിന്ദ്രൻ അഗ്നി കോണിലഗ്നി തഥാ തെക്ക് യമൻ നിരുതിക്ക് നിരുതികോൺ. പാശി പടിഞ്ഞാറ് വായുവിൽ വായുവും വൈശ്രവണൻ വടക്കീശാനനിൽ ശിവൻ. മധ്യം അനന്തൻ
ശിവേന്ദ്ര നടു വിധി ആയുധങ്ങൾക്കൊപ്പം പൂജിതരാവണം. ദേവകൾ രുദ്രനെ കൂപ്പിയിരിപ്പതായി കണ്ടു സമർപ്പിക്കാം പൂജകൾ വേണ്ട പോൽ. അപ്പം ഇങ്ങനെയുള്ള പൂജ സമർപ്പിക്കുന്ന സമയത്ത് എല്ലാ അഷ്ടദിക്പാലകന്മാരും ഭഗവാനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നവരെയാണ് നമ്മൾ ഈ പൂജിക്കുന്നത്, ഉപദേവതാ സങ്കല്പത്തിൽ പൂജിക്കുന്നത്. അപ്പോൾ ആ ദേവന്മാർക്ക് വിഷമം വരാത്ത രീതിയിൽ വേണം, ഈ പ്രാർത്ഥനയ്ക്ക് വിഷമം വരാത്ത രീതിയിൽ വേണം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പൂജകൾ. ഉപദേവന്മാർക്കൊന്നും സ്വതവേ മണികൊട്ടി പൂജ പതിവില്ല, ഉത്സവ ദിവസങ്ങളിലൊക്കെ പതിവുള്ളൂ. അത് പ്രത്യേക ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിന് ബാധക. ഇങ്ങനെ എല്ലാ ദേവന്മാർക്കും, ദേവീദേവന്മാർക്കും, ഋഷികൾക്കും, അതേപോലെ ഈ പഞ്ചയജ്ഞങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടില്ല, ചില പൂജാവിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരണം. അതേപോലെ ബ്രാഹ്മണ പ്രീതിക്ക് വേണ്ടിയിട്ട് കാല് കഴിച്ചു വിട്ടതൊക്കെ, ഇതൊക്കെ മുന്നേ പറഞ്ഞുകൊണ്ട് ഇവിടെ ആവർത്തിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹോമം ജപം ധ്യാനം യോഗം ആഭ്യന്തരം. ഹോമം ജപം ധ്യാനം യോഗം ആഭ്യന്തരം ബാഹ്യമായും 6 മാർഗത്തിൽ ചെയ്യണം. അന്നം ചെറുപയർ കിച്ചടി തൈരുമായി ശർക്കര പായസം മറ്റോ വിഭവവും. അപ്പം മുതൽ ഫലം സർവവും നൽകണം. വെള്ളം തണുത്തതും പൂ രക്തചന്ദനം ഏലക്കയിട്ട പാൽ വാസന താമ്പൂലം കസ്തൂരി കുങ്കുമം പുത്തൻ മനോഹരം. വസ്ത്രം വിഭൂഷണം പൊന്നിൻ കിരീടവും നൽകണം ശ്രേഷ്ഠം പാൽ നന്നായി തിളച്ചത്. നല്ല വിരിപ്പ് തലയിണ കമ്പളം കട്ടിൽ കിടക്ക പുതപ്പ് വിശറിയും പിന്നെ അലുക്കുകൾ തൂക്കി വെള്ളക്കുട രാജഹംസം പോലെ വെൺചാമരങ്ങളും കണ്ണാടി പൂമാല സംഗീതം വാദ്യവും ശംഖും ഉടുക്കും മൃദംഗം കുഴൽ വിളി ഇങ്ങനെ സർവം സമർപ്പിക്കണം മുതാ. പിന്നീട് ക്ഷേത്രവും നിർമ്മിക്കാം രുദ്രന്. പൂജാവിധികളെക്കുറിച്ച് 16 ഉപചാര പൂജാവിധികളെക്കുറിച്ച് അനവധി തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആ പൂജാവിധി ഒന്ന് സൂചിപ്പിച്ചു. ഇപ്പോൾ അതിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ആ സാധനങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞു. ഒപ്പം ഹോമവും ചെയ്യണം, അതേപോലെ ധ്യാനം ചെയ്യണം, ജപം ചെയ്യണം, ഈ അഷ്ടാംഗയോഗം പ്രാണായാമം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അതേപോലെ മാനസപൂജയും ചെയ്യണം, ബാഹ്യമായിട്ടുള്ള പൂജയും ചെയ്യണം. അങ്ങനെ 6 മാർഗങ്ങളാണ്: ഹോമം, ജപം, ധ്യാനം, യോഗം, ആഭ്യന്തരം, ബാഹ്യം. ഇങ്ങനെ 6 തരത്തിൽപ്പെട്ടതായിട്ടുള്ള പൂജകൾ ഒരേ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പൂജ ചെയ്യുമ്പോൾ ഇതൊക്കെ വേണം. നമുക്കതൊന്നും അറിയില്ല, നമ്മൾ പൂജയൊക്കെ ചെയ്യാറുണ്ട്, അതിലെല്ലാ വിധികളും ഉണ്ട്. അംഗന്യാസാദികൾ, അതേപോലെ പ്രാണായാമങ്ങൾ. അപ്പോൾ ഈ ആദ്യത്തെ സുരക്ഷയിൽ അതാണ് അംഗന്യാസം കൊട്ടി രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വ്യാപകം അംഗം എന്നൊക്കെ പറയും. അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ യോഗാദികൾ വരുന്നുണ്ട്. അതേപോലെ മാനസപൂജ അത് ആഭ്യന്തരമായിട്ട് വരും. ബാഹ്യമായിട്ടുള്ള പൂജ നൈവേദ്യം കൊടുക്കൽ, മറ്റേ അഭിഷേകം, മാല ചാർത്തൽ, ചന്ദനം ചാർത്തൽ, പട്ട് സമർപ്പിക്കൽ, ഇതൊക്കെ ബാഹ്യമാണ്. അതേപോലെ പൂജയ്ക്കിടയ്ക്ക് നാമജപം 3 തവണ വരുന്നുണ്ട്. അതേപോലെ വൈശ്യം, ആ സമയത്ത് ഹോമം വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ തന്ത്രിമാരായാലും ഇതൊക്കെ ചെയ്യും. പക്ഷേ അത് ഇന്ന രീതിയിൽ ആണ് ഇതിൻ്റെ ഒരു നിഷ്ഠ വച്ചിരിക്കുന്നത് എന്ന് പുരാണം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. തന്ത്രിമാർക്കൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, പുരാണങ്ങളെ വായിക്കണമെന്ന്, പുരാണങ്ങളെ പഠിക്കണം, അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഈ പുരാണം വായിക്കുന്ന ആൾക്കാരെയൊക്കെ ഒരു പതിതനായിട്ടാണ് കണക്കാക്കുക. അതൊക്കെ അതിൻ്റെ ദോഷമാണ്. പഠിക്കാത്തതുകൊണ്ടാണ്, പുരാണം പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ രണ്ടും ചെയ്യുകൊണ്ട് നമുക്ക് രണ്ടും മനസ്സിലാവുന്നുണ്ട്. അറിഞ്ഞ് ചെയ്യുമ്പോൾ ഫലം കൂടുതലുമാണ്. വളരെ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമല്ല, വലിയ വ്യത്യാസമാണ്. അറിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റേതായ നമുക്ക് ചെയ്യുമ്പോഴും മനസ്സിലാവും. അപ്പോൾ കുറച്ച് ജ്യോതിഷം പഠിക്കുക, നല്ലോണം പുരാണം പഠിക്കുക, തന്ത്രശാസ്ത്രം നന്നായിട്ട് പഠിക്കുക, അത് വിധിപ്രകാരത്തിൽ ചെയ്യുക. ശുദ്ധിയോട് കൂടിയിട്ട്, നിഷ്കാമനായിട്ട്. മനഃശുദ്ധിയും വേണം, ദേഹശുദ്ധിയും വേണം, ദ്രവ്യശുദ്ധി വേണം, ശുദ്ധികൾ കുറേ ഉണ്ട്. അത് മുഴുവൻ പാലിക്കണം. അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാലോ വലിയ ഫലമാണ്. അപ്പോൾ ഈ കൊടുക്കുന്നതിനൊക്കെ ഭഗവാൻ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മളെ അനുഗ്രഹിക്കും. അതല്ലെങ്കിലോ ഈ ഭക്തിഭാവല്യാച്ചാൽ വിനയ ശുശ്രൂഷ സ്നേഹ ഭക്തിഭാവല്യേക്കാം. എന്നാൽ ഈ കൊടുക്കുന്നതൊന്നും നമ്മൾ ഭഗവാനാണ് വെച്ചാൽ ഭഗവാനെ നമ്മൾ കാണണമെന്നില്ല. പക്ഷേ ഭഗവത് സാന്നിധ്യം അവിടെയുണ്ട്. അത്
ഇനി പറയുന്നുണ്ട്, നമ്മൾ ഈ ഭഗവാന് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ബാക്കിയുള്ളവർക്കൊക്കെ അതിൻ്റെ പഞ്ചയജ്ഞത്തിൽ പെട്ടതാണ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക്, ബാലന്മാർക്ക്, ദീനന്മാർക്ക്, ബ്രാഹ്മണർക്ക്, പശുക്കൾക്ക്, സസ്യലതാദികൾക്ക്, വെള്ളം, വളം, ഇതൊക്കെ തന്ത്രശാസ്ത്രത്തിലുമുണ്ട്, വൈദിക വിധിയിലുമുണ്ട്. സൂര്യനെ കാണണം, മറ്റേ വാതിൽ പുറപ്പാടെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പോൾ ആ സമയത്ത് പുറത്ത് പോയിട്ട് സൂര്യനെ കാണണം, ഈ തെങ്ങ് അല്ലെങ്കിൽ പ്ലാവ് ഒക്കെ പ്രദക്ഷിണം വെക്കണം. ഒക്കെ സൂക്തങ്ങളോട് കൂടിയിട്ടാണ്. സ്വസ്തി സൂക്തം, അതേപോലെ അതിൻ്റെ മുന്നേ കനിക്കറ ആ സൂക്തം, ഇതൊക്കെ ജപിച്ചിട്ടാണ് പോവുക. അന്ന് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്ത്രവിധിയാണെന്ന് മാത്രം അറിയാം, അല്ലെങ്കിൽ വൈദിക വിധിയാണെന്ന് മാത്രം അറിയാം. പക്ഷേ പുരാണങ്ങളിൽ അതിൻ്റെ വിശദീകരണത്തോട് കൂടിയിട്ട് വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുക. ഇത് നമ്മൾ പറയാറുണ്ട്, അവരോട് വൈക്കന്മാരോടൊക്കെ പറയാറുണ്ട്. അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലയോ എന്നും പറയും അവർ. അങ്ങനെയല്ല, അത് ശരിക്കും വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ, ഇപ്പോൾ അത് എഴുതുമ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണമല്ലോ അത് എഴുതാൻ. ആ ഭാഷയിലല്ല, ഭാഷ അത് സംസ്കൃതമാണ്, മനസ്സിലാവില്ല. അപ്പോൾ അത് ഇങ്ങനെ മലയാളത്തിലെന്ന് മാത്രമല്ല ലളിതമായിട്ടുള്ള ഭാഷയിലാണ്. അപ്പോൾ അതും അതിൻ്റേതായിട്ടുള്ള ചില ഗുണങ്ങൾ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എന്താണ് മുഴുവൻ കേൾക്കണം എന്ന് പറയാനുള്ള കാരണം. ഇതൊക്കെ പൂർത്തി വന്നു എന്ന് കൂട്ടുക. എല്ലാവർക്കും എല്ലാം ഒന്നും സാധിക്കില്ല, ധാനം ധാരാളം ഉണ്ട്. അങ്ങനെയൊക്കെയാണ് വെച്ചാൽ ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്യുക, അങ്ങനെയുണ്ട്. അതേപോലെ അതിൻ്റെ മാക്സിമത്തിലാണ് അമ്പലം പണി നടത്തുക. അമ്പലം പണിയൊക്കെയാണെന്ന് വെച്ചാൽ അത് മുക്തിക്ക് കാരണമായിട്ട് വരും. പൂർവ്വജന്മങ്ങളിലുള്ള എല്ലാ പാപങ്ങളും ഇല്ലാണ്ടാവുന്ന. അപ്പോൾ അതിനെ ലുബ്ധ വിചാരിക്കാതെ കണ്ട് കയ്യിലുള്ള ധനം മുഴുവനും ചിലവാക്കി കൊണ്ട് ചെയ്യാം. കയ്യിലുള്ള ധനം ചിലവാക്കുമ്പോഴും വേണം അത് ശുദ്ധമായിട്ടുള്ള ധനമാവണം. അപ്പോൾ അതിന് ആണ് ഈ പഞ്ചയജ്ഞം ചെയ്യാൻ പറഞ്ഞത്, ദാനാദികൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പം അതിൽ പിശുക്ക് പാടില്ല. 7 ദിവസം വായനയൊക്കെ കേട്ടിട്ട് 10 റുപ്യയും 20 റുപ്യയും തരുന്ന ഭക്തന്മാരാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോൾ അവിടെ ചെറിയൊരു പിഴവുണ്ട്. അതങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് പറഞ്ഞാൽ വലിയ ആലോക്യമാണ്. ആലോക്യം വിചാരിച്ചിട്ട് കാര്യമില്ല. അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അർഹതപ്പെടാത്തവർക്ക് കൊടുത്തിട്ട് പൊങ്ങച്ചം കാട്ടുന്നവർക്ക് കൊടുത്തിട്ടൊരു കാര്യമില്ല. അത് ധനം വിനിയോഗം ചെയ്യുന്ന ആളുകളെ കണ്ടാൽ മനസ്സിലാവണില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ സ്വന്തം കാര്യം പറയാം, അത്രയേ ഉള്ളൂ. നമുക്കൊന്നും പറയാൻ അറിയില്ലെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടൊക്കെ കുറേശ്ശൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടേക്കല്ല ശ്രദ്ധിക്കുക, വേറൊരിട്ടാ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയാണ്. ഇത് എഴുതുമ്പോഴാണ്. ഇപ്പോൾ രാമായണം എഴുതി, ഭാഗവതം എഴുതി, ദേവി മഹാത്മ്യം എഴുതി, ഭദ്രകാളി മഹാത്മ്യം എഴുതി, കുറേ കീർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതി, ശ്രീമദ് ഭഗവത്ഗീത എഴുതി, ഇപ്പോൾ ഇതാ ശിവപുരാണവും എഴുതി വരികയാണ്. അപ്പോൾ ഇത് എഴുതണമെങ്കിൽ അത്രയും കുറച്ചായാലല്ലേ ഇതാവുള്ളൂ. പഠിപ്പില്ല എന്നുള്ളത് ശരിയാണ്, പഠിപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകൊണ്ടാണ്. അത് എത്ര ആളുകൾക്കാണ് ഫ്രീ ആയിട്ട് കൊടുക്കണേ? 18 ലക്ഷം ഉറുപ്പ്യയാണ്. അതിൻ്റെ ഗുണം ഞാൻ അനുഭവിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. അത് ആന്തരികമായിട്ടുള്ള സന്തോഷമാണെന്ന് മാത്രം, ബാഹ്യമായിട്ടൊന്നും കാണില്ല. ഞാനത് കാണിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എൻ്റെ താല്പര്യം വരിക എനിക്ക്. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കണ്ണും ചെവിയും തുറന്ന് ആൾക്കാരെ മനസ്സിലാക്കുമ്പോഴാണ് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുക. നമുക്കെന്നെ ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട്. വായനയൊക്കെ കഴിഞ്ഞ് വന്നാൽ എനിക്ക് പണ്ട് നല്ല ഓർമ്മയുണ്ട്. അച്ഛനൊക്കെ വായന കഴിഞ്ഞിട്ട് വരുമ്പോൾ, അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, 13 പൈസ ദക്ഷിണേ. 13 പൈസ എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം അതിന് വേണ്ടിയിട്ട് മെനക്കിടുക. ഈ 10 ദിവസത്തിനാണ് 13 പൈസ. അച്ഛൻ വായനക്കാരനല്ല, പൂജക്കാരനാണ്. എല്ലാ അധ്യായത്തിനും പൂജിക്കും. എല്ലാ അധ്യായത്തിനും ഒരു നേദ്യം കൊടുക്കണമെന്ന് വെച്ചാൽ സമയം എത്ര വേണം? തിരിച്ചു വരുമ്പോൾ ആകെ ഇതാ കിട്ടുക. എന്നാലും അമ്മ പറയുന്നത്, പോയിക്കോളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എന്ത് താളും തകരയും തിന്ന് കഴിച്ചോളാം, അരിയില്ല. അമ്മയുടെ ആ ഒരു ശുദ്ധമായിട്ടുള്ള മനസ്സ്, അച്ഛൻ്റെ ആ വിഷമങ്ങൾ. ഇവിടെ അച്ഛന് കടം കുറയുണ്ട്, അത് തീർക്കാനൊന്നും കിട്ടണില്ല. ആചാര്യൻ 200, 400 ഒക്കെ വാങ്ങിയിട്ടാണ് പോണതേ. ഇവിടെ 13 പൈസയാണ് കിട്ടണതേ, അവിടെ 200 ഉറുപ്പ്യാണ്. അത് മനസ്സിലാവുമ്പോഴാണ് അപ്പം അച്ഛൻ പോകാണ്ടേ.
അച്ഛൻ വായനയ്ക്ക് പോകേണ്ടത് ഇങ്ങനെയാണ്, ഒന്നും കിട്ടാതെ കണ്ട്. അപ്പോൾ ഇത് ചില വിധികളാണ്, അത് സംഭവിച്ചിരിക്കും, അങ്ങനെയാണ്. നമ്മൾ അതുകൊണ്ട് പരിഭവം അച്ഛനുണ്ടായിരുന്നില്ല, അതെനിക്ക് മനസ്സിലായി. കാരണം ആ പണിക്ക് പോകേണ്ട അത്രയല്ലേ ഉള്ളൂ, അങ്ങനെയാണ്. ഇത് ചെയ്താലും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഭാവമാണ് ഭാവഗ്രാഹി ജനാർദ്ദന. ആ ഭാവത്തിലാണ് നമ്മളിതിനെ സ്വീകരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം വേറെയാണ്. അത് മാനസികമായിട്ടുള്ളൊരു ആനന്ദമാണ് കിട്ടുക, പുറമേ അത് കണ്ടോളുന്നില്ല. അപ്പോൾ എപ്പോഴാണ് ക്ഷേത്രം നിർമ്മിക്കാനുള്ള അധികാരം കിട്ടുന്നത്? ഈ കടമകൾ കുറേ തീർത്തതിൻ്റെ ശേഷം. ഇനി അതിൻ്റെ ഒരു വിധിയാണ് പറയണം. ഇങ്ങനെ സർവം സമർപ്പിക്കണം മുത, പിന്നീട് ക്ഷേത്രവും നിർമ്മിക്കാം രുദ്രന്. രാജകൊട്ടാരം പോൽ ഗംഭീരമാവണം, കൊത്തുപണി ശില്പശാസ്ത്രവിധികളാൽ. പർവ്വത തുല്യം ബൃഹത് അതിസുന്ദരം, 4 കവാടത്തിൽ ഗോപുരം കെട്ടണം. സ്വർണവും രത്നവും വേണ്ട പോൽ ചേർക്കണം, മുറ്റം കരിങ്കൽ പതിക്കണം ഭംഗിയിൽ. മണ്ഡപത്തിൽ രത്നസ്തംഭങ്ങൾ 100 കൊത്തുപണികളാൽ സുന്ദരമാക്കണം. തൂക്കിയിടാം മുത്തുമാല അലുക്കുകൾ, ചെമ്പോല മേയണം ഏറ്റവും ഭംഗിയിൽ. ക്ഷേത്രം വളരെ ഉയരത്തിൽ കെട്ടണം, വിസ്തൃതമാവണം ശൂലങ്ങൾ വയ്ക്കണം. ഖണ്ഡകൾ തൂക്കണം, സ്വർണ്ണ കതകുകൾ നിർമ്മിക്കണം, സ്വർണ്ണ താഴികക്കുടം മോളിൽ. ന്യായാർജിത ധനം കൊണ്ടിവ ചെയ്യണം, അന്യായമാം ധനം ശുദ്ധമാക്കിയിടണം. ദാനത്താലും ഇഷ്ടാപൂർത്തത്താലും ധനം ദീനസേവ ചെയ്തും ശുദ്ധമായി തീർന്നിടും. ക്ഷേത്രം പണി, ക്ഷേത്രപൂജകൾ, ഉത്സവം, നിത്യോപയോഗത്തിനായുള്ള വസ്തുവും, പൂജാപാത്രങ്ങൾ, വിളക്ക്, മണി, കുടം, ചെണ്ട, ഇടയ്ക്ക, കുഴൽ മുതലായവ. ഭക്തിയില്ലാതെ ഈ ന്യായാർജിത ധനം സ്വീകരിക്കില്ല ശിവൻ ഫലം നൽകിടാൻ. ഭക്തിയുണ്ടെങ്കിൽ പൊറുക്കും അവിദ്യയും സ്വീകരിക്കും ശിവൻ തുച്ഛമാണെങ്കിലും. എത്ര ധനവാനും ഏതോ ദരിദ്രനും ഒട്ടും അഹമില്ലാതെ ഗണം രുദ്രന്. രുദ്രനെ പൂജിച്ച് ലോകഹിതത്തിനായി ഭക്തർക്കായി ദ്രവ്യം ഉപയുക്തം നൽകണം. സത്സംഗമേളനം ക്ഷേത്രത്തിലാവണം, ക്ഷേത്രത്തിൽ വന്ന് കുറവ് നികത്തണം. വിദ്യ, ധനം, രോഗം, സേവനമെന്നിവ ദേവ ഉപാസകർ ചെയ്തു കൊടുക്കണം. സർവസ്വദാനം നടത്തണം ഭക്തനായി, നാടും ജനം സദാ സന്തുഷ്ടരാകുവാൻ. കർമ്മഠത്വം ഭക്തിയില്ലാതെയാകുകിൽ ജന്മം വിഫലം, ഉഭയനഷ്ടം വരും. ഭക്തിയില്ലാ തപസ് നാമദാനങ്ങളും പ്രാരബ്ധം തീർക്കും മതം വിട്ടമർത്യന്. ഒട്ടും പ്രതിഫലം വാങ്ങാതെ ചെയ്യുകിൽ രക്ഷപ്പെടാൻ ശിവൻ സത്സംഗം തന്നിടും. പാവങ്ങൾ തീർക്കുവാൻ നല്ല ഗുരു തരും, വേണ്ട ഉപദേശം കർമ്മയോഗത്തിനായി. സംസാരം താണ്ടാൻ ഗുരുഭക്തി തോണിയായി തീർക്കും രജസ്തമസ് രുദ്രഭക്തി തരും. ചണ്ടാളൻ, പാപി, മഹാരോഗി, രാക്ഷസൻ സത്സംഗം കൊണ്ടല്ലേ മുക്തി നേടുന്നത്. ഭക്തനെ കാണുകിൽ ഭക്തി ലഭിച്ചിടും, സേവനം ചെയ്യുകിൽ മുക്തിയും നേടിടാം. ഇപ്പോൾ അമ്പലത്തിൽ വന്നിട്ട് ഒരു സത്സംഗം സംഭവിക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ദുഃഖിതരായിട്ടുള്ള ആളുകളാണല്ലോ വരിക. ചിലർക്ക് വിദ്യ ഉണ്ടാവില്ല, ചിലർക്ക് ധനം ഉണ്ടാവില്ല, ചിലർക്ക് രോഗം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ വിദ്യ ഇല്ലാത്തവർക്ക് ഉപദേശാധികാരങ്ങളാണ് വേണ്ടി വരിക, ധനം ഇല്ലാത്തവർക്ക് ധനം ആണ് കൊടുക്കേണ്ടി വരിക, രോഗികൾക്ക് ശുശ്രൂഷ അല്ലെങ്കിൽ മറ്റേ മരുന്ന് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടി വരിക. ഇതൊരു പരസ്പരം പങ്കുവയ്ക്കലായി കഴിഞ്ഞാൽ അവിടെ എന്ത് വിഷമം ഉണ്ടായാലും ഈ സത്സംഗം കൊണ്ട് അത് തീർക്കാൻ സാധിക്കും. പണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് പക്ഷേ ബ്രാഹ്മണർക്ക് ആയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്, എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ അതും ഇല്ലാണ്ടേ ഇപ്പോൾ ബ്രാഹ്മണരത്ര അങ്ങോട്ട് ഉത്സാഹിച്ചിട്ട് അമ്പലത്തിലേക്ക് വരണോ ശരിയാ, കഷ്ടിയാവും. പൂജയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അമ്പലത്തിലൊരു മേളനം കഷ്ടിയാവും, അത് നാട്ടുകാരാണ് വരിക. അപ്പോൾ അവർ സാധാരണക്കാർ വരുമ്പോൾ അവിടെ ഒരു ഈശ്വര പൂജ, ഈശ്വര സേവനം, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ, ഭരണം, അല്ലെങ്കിൽ അതിൻ്റെ ഈ അലങ്കാരം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, സംഘാടകർ, അങ്ങനെയല്ലേ പലതരത്തിലുള്ള ഉത്സവമായാലും ശരി, വായനയായാലും ശരി,
പ്രതിഷ്ഠാദിനായാലും ശരി പലതരത്തിലെ പൂരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെയൊക്കെ ഈ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ അവരതൊക്കെ ആ സമയത്ത് ഈ ഇതിനൊക്കെ ഓരോ മീറ്റിങ്ങും ഒക്കെ കൂടും. അവിടെ ഇങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൂടി പറഞ്ഞിട്ട് പരസ്പരം അത് ചെയ്തു കൊടുക്കാൻ സാധിക്കണം. അത് ഇല്ല. ഉത്സവവും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാവൂ എന്നാണ് ആദ്യമേ തന്നെ ഡിമാൻഡ് വയ്ക്കുക. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ പുരാണം പറയണത് അങ്ങനെയല്ല. പുരാണം പറയണത് അവരവരുടെ ഈ വിഷമങ്ങൾ അവിടെ വന്നാൽ തീരണം. ദേവൻ നേരിട്ട് ചെയ്തു തരില്ല. അവിടെ ഭക്തന്മാർ വരുമ്പോൾ ഈ ഭക്തന്മാരുടെ മേൽ തട്ടി വരുന്ന കാറ്റ് നമുക്ക് പുണ്യത്തിന് കാരണമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റ് ഇങ്ങനെയൊക്കെയാണ് വരിക. ധനമുള്ളവർ ധനം കൊടുക്കണം, ധനമില്ലാത്തവർക്ക്, വിദ്യ ഉള്ളവർ വിദ്യ ഇല്ലാത്തവർക്ക് അത് കൊടുക്കണം. അപ്പോൾ ഉപദേശമൊക്കെ ഏറ്റവും വേണ്ടി വരിക. ഇരിക്കാൻ സ്ഥലമില്ല. പണ്ടൊക്കെ ബ്രാഹ്മണർ അങ്ങനെയല്ലേ, ഇരിക്കാൻ സ്ഥലമില്ല വെച്ചാൽ ആ പറമ്പ് അതിൽ വീട് വെച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനൊന്നും വാങ്ങിയിട്ടൊന്നുമല്ല. അവരൊക്കെ ഒന്ന് ജമ്മികളാണ്. ആ ജമ്മികൾ ആണ് ഈ ടാക്സ് ഭഗവാൻ കൊടുക്കുന്നത്. കാശ് കൊടുത്തിട്ടാണ് വാങ്ങിയെന്ന് ചിലർ മാറ്റി അങ്ങനെ വരുമല്ലോ. കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഈ ദേവൻ്റെ ഭൂമിയാണ്. ദേവൻ്റെ ഭൂമിയാകുമ്പോൾ അതിന് ടാക്സ് കൊടുക്കണ്ടേ? നമ്മൾ സർക്കാരിലേക്ക് ടാക്സ് കൊടുക്കണ പോലെ നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് വെച്ചാൽ സർക്കാരിലേക്ക് ടാക്സ് കൊടുക്കണം. എന്ന കൊടുത്തിട്ട് ദേവനൊരു ടാക്സ് കൊടുക്കണം. ആ ടാക്സാണ് ഇപ്പോൾ ഈ നടത്തിപ്പുകളെ അന്നന്ന് കൊടുക്കേണ്ടതൊക്കെ. എണ്ണയായാലും തിരിയായാലും മറ്റേ നേദ്യം വയ്ക്കാനുള്ളതായാലും ശർക്കരയായാലും പഞ്ചാര പായസമായാലും പാലും എന്തൊക്കെയാ വെച്ചാൽ ദിവസേന കിട്ടാനുള്ള ദിവസേന തന്നെ കിട്ടണം. ഇപ്പോൾ പൂജാദ്രവ്യങ്ങളായാലും ശരി, അതേപോലെ പൂജാപാത്രങ്ങളായാലും ശരി, പറ അല്ലെ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ട് അതൊക്കെ ഇതുപോലെ കൊടുക്കണം എന്നാണ്. അതിനൊക്കെ പുണ്യമുണ്ട്. അതേപോലെ ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്തിട്ടെന്നാണ് ഈ റോഡുകൾ വഴി ഉണ്ടാക്കി കൊടുക്കുക. ഇന്നത്തെ കൂട്ടത്തിലല്ല, പണ്ട് വേറെ തരത്തിലായിരുന്നു. അന്ന് രാജാക്കന്മാരായിരുന്നു. അല്ലെങ്കിൽ നാട്ടുകാരനെ സ്വതമേ വഴി ഉണ്ടാക്കും. പിന്നെ വഴിയിൽ കിടക്കണ ഈ മുള്ള് അങ്ങനെയുള്ള അതുപോലെ കല്ല് തട്ടി തടയുക അങ്ങനെയുള്ള അതൊക്കെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ വഴി നേരെയാക്കിയാൽ വഴി ഉണ്ടാവും എന്നാണ് പറയുക. അത്ര ശാസ്ത്രമുണ്ട്, പഴഞ്ചൊല്ലുണ്ടെന്നർത്ഥം. അതേപോലെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പുല്ല് പറിക്കുക, ഈ തൊട്ടാവാടി പോലത്തെ വിഷമുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അതുപോലെ അടിച്ചു വരാൻ കരടോ എന്തെങ്കിലും ഉണ്ടെച്ചാൽ അതൊക്കെ വൃത്തിയാക്കി കൊടുക്കുക. അതിനൊരു ജോലിക്കാരൻ അവിടെ ഉണ്ടാവും. അതുപോലെ നമ്മൾക്കും പറ്റാവുന്ന നമുക്ക് ചെയ്യാമെന്നാണ്. അങ്ങനെയൊക്കെ സേവനം, അതാണ് അതിൻ്റെ ഒരു വിധി. അത് അപ്പോൾ നമുക്ക് പറ്റില്ല. അങ്ങനെ ചെയ്യണം. അങ്ങനെ ഇതൊക്കെ പുരാണത്തിൽ പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊന്നും പറയണില്ല. എത്ര മഹാപാപിയാണെങ്കിലും ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിലെ ദേവചൈതന്യം അതിന് പരിഹാരമായിട്ട് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് അത് പരിഹരിക്കപ്പെടുക. ഇപ്പോൾ ചണ്ടാളനായാലും മഹാപാപിയായാലും അവിടെ പൂജാതി കർമ്മം ചെയ്തുകൊണ്ട് ആ പാപത്തെ ഇല്ലാണ്ടിയാക്കുകയാണ്. രോഗിയാണെച്ചാൽ ഈ വൈദ്യർ മരുന്ന് കൊടുത്തുകൊണ്ട് അതിനെ രക്ഷിക്കുകയാണ്. രാക്ഷസ ഭാവം ഉണ്ടെങ്കിൽ രജസ്തമസ് രജോ ഗുണം തമോ ഗുണമാണ്. അതിനെ ഈ സാത്വിക ഭാവം കൊണ്ട് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ സത്സംഗം കൊണ്ട് ഈ മനസ്സ് മാറിക്കഴിഞ്ഞാൽ അത് മുക്തിക്ക് കാരണമാവും. ഭക്തനെ കാണുവിൽ ഭക്തി ലഭിച്ചിടും, സേവനം ചെയ്യുകിൽ മുക്തിയും നേരിടാം. ഭക്തനും സേവനം ചെയ്യാം, ഭഗവാനും സേവനം ചെയ്യാം. അപ്പോൾ മുക്തിയും കിട്ടും. ഇങ്ങനെ ആ അധ്യായം അവിടെ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് നാളെ മറ്റേതെങ്കിലും വിഷയം, ഇപ്പോൾ 2-3 ദിവസത്തെ പരിപാടിയുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ നാരായണ നാരായണ.